സമയക്കുറവ് അല്ലെങ്കിൽ സമയം ഇല്ലായ്മ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് ധാരാളം കാര്യങ്ങളുള്ളത് കൊണ്ട് അതെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ആകുലത ഇന്ന് ഉള്ള ആധുനിക സമൂഹത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് എന്നുള്ള ഒരു ഡിസിപ്ലിൻ ഉയർന്നു വന്നിട്ടുണ്ട്. മനുഷ്യരെ എങ്ങനെ സമയം ക്രമീകരിക്കുന്നതിന് ഉള്ള വിദ്യകൾ പകർന്നു കൊടുക്കാം എന്നതാണ് ടൈം മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആധുനിക പഠനങ്ങൾ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സമയക്കുറവ് അല്ലെങ്കിൽ സമയം ഇഴഞ്ഞു മാറുന്നു പോകുന്നു എന്നുള്ള ധാരണകൾ നമ്മുടെ ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന, നമ്മുടെ മനസ്സിൻ്റെ പ്രക്രിയയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ആണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം പഠനങ്ങളുണ്ട്. നമ്മളെ ഒരു വലിയ നഗരപ്രദേശത്തിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ സമയം വളരെ വേഗത്തിൽ നീങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ അതേസമയം ആ വ്യക്തിയെ ഒരു വിജനമായിട്ടുള്ള കാട്ടുപ്രദേശത്തിലോ ഒരു ഗ്രാമപ്രദേശത്തിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ സമയം ഇഴഞ്ഞു നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നഗരത്തിൽ ജീവിക്കുന്ന വ്യക്തികളിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഗരത്തിൽ ജീവിക്കുന്നവർ 1-2 മണിക്കൂർ ഏതെങ്കിലും പാർക്കിലോ ഏതെങ്കിലും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലോ ഇരിക്കുമ്പോൾ അവരുടെ സമയത്തിൻ്റെ അനുഭവത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം. ഈ സമയത്തിൻ്റെ അനുഭവം ഒരു ധാരണ മാത്രമല്ല, അതിന് മറ്റു രീതിയിലുള്ള ഇമ്പാക്ട്സും മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട്. സമയത്തിൻ്റെ കുറവോ കൂടുതലോ ഉള്ളത് നമ്മുടെ സ്ട്രെസ് ലെവൽ, ആന്തരിക പിരിമുറുക്കങ്ങൾ നമുക്ക് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വരിക എന്നുള്ളതിന് ആയിട്ട് ഇത് സമയത്തിൻ്റെ ധാരണ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമയം എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിൽ വലിയ ഒരു ഘടകമാണ് എന്നാണ് ആധുനിക പഠനങ്ങൾ കാട്ടിത്തരുന്നത്. നമുക്കറിയാം, നമ്മളൊരു കാട്ടുപ്രദേശത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു സമയത്തിൻ്റെ അനുഭവം വേറൊരു രീതിയിലാണ്. എങ്ങനെയാണോ ഒരുപാട് കാറുകളും ഒരുപാട് ശബ്ദവുമുള്ള നഗരത്തിൽ നമ്മളെ സമയത്തെ അനുഭവപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നേച്ചറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സമയത്തെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ എത്രമാത്രം നമുക്ക് സ്ട്രെസ്സും ആന്തരിക പിരിമുറുക്കവും നഗരം നൽകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുഖകരമായിട്ടുള്ള ഒരനുഭവം, വളരെ സാന്ത്വനിപ്പിക്കുന്ന ഒരനുഭവം നമുക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നു. പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു നേച്ചർ സെറ്റിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇതിന് നമ്മുടെ നേച്ചറിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ താളം, അത് ഒരു പതിയെ ഉള്ള ഒരു സ്ലോ റിഥമാണെന്ന് നമുക്ക് പറയാം. ആ താളത്തിനൊപ്പം നമ്മളും അലിഞ്ഞു ചേരുന്നു. അതോടൊപ്പം നമ്മുടെ പിരിമുറുക്കങ്ങൾ കുറയുന്നു. നമ്മൾ സമയത്തെ മെല്ലെ പോകുന്നതായിട്ട് നമ്മൾ ധരിക്കാനും തുടങ്ങുന്നു എന്നുള്ളതാണ് ആധുനിക പഠനങ്ങൾ കാണിച്ചു തരുന്നത്. അതേസമയം നമ്മൾ ഒരു അർബൻ സെറ്റിങ്ങിൽ വളരെ ശബ്ദമയമായിട്ടുള്ള വളരെ വേഗത്തിൽ ജീവിക്കുന്ന ഒരു നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ മുന്നേറുകയും നമുക്ക് ഒന്നും ചെയ്യാനും സമയം കിട്ടാത്ത ഒരു അനുഭൂതി ഉണ്ടാകുകയും, അതായത് സമയത്തിൻ്റെ ലഭ്യത കുറയുന്നു. അതേസമയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ധാരണയിൽ നിന്ന് നമുക്കൊരു ആന്തരിക പിരിമുറുക്കം ഉണ്ടാകുകയും അത് നമ്മുടെ ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലുള്ള പഠനങ്ങൾ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയെ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ചുറ്റുപാടുകളിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ ബ്രെയിനിൽ ഏതു തരത്തിലുള്ള വ്യതിയാനങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിലും ഈ പഠനങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ കാണുന്നത് ബ്രെയിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ പ്രകൃതിയിലേക്ക് പോകുമ്പോൾ, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി മന്ദീഭവിക്കുന്നു. അത് ചില റീജിയൻസിൽ കൂടുതലായിട്ട്, ബ്രെയിനിൻ്റെ ചില ഏരിയാസിൽ കൂടുതൽ മന്ദീഭവിക്കുന്നു, ചിലയിടത്ത് കുറവായിരിക്കാം. പക്ഷേ പൊതുവിൽ ബ്രെയിൻ ആക്ടിവിറ്റി ഒരു സ്വല്പം കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതേസമയം വളരെ വേഗത്തിൽ ഓടുന്ന നഗരത്തിലെത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ന്യൂറോ സയൻസ് അന്വേഷിക്കുമ്പോൾ നഗരത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ
മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ പരിസ്ഥിതിയിൽ നിൽക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവടല്ലാതായി തീരുന്നതും ആണ് അതിൻ്റെ വലിയൊരു ഘടകമായിട്ട്. പ്രകൃതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടെ തുറന്ന ഒരു അൺഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ അൺഫോക്കസ്ഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഒരു ടണൽ വിഷൻ എന്ന് പറയും. ആ ടണൽ വിഷനിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ വ്യാപ്തിയുള്ള ഒരു അനുഭവത്തിലേക്ക് പോവുക, കുറച്ചുകൂടെ വൈഡനായിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് ഇവിടെ രണ്ടിടത്തും നടക്കുന്ന വ്യത്യാസം. ഈ വ്യത്യാസം പ്രതിഫലിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിലാണ്. ഒന്ന്, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കുറയ്ക്കുന്നു. പ്രകൃതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി മന്ദീഭവിക്കുന്നു. നമ്മൾ നഗരത്തിലെത്തുമ്പോൾ ബ്രെയിനിൻ്റെ ചില ആക്ടിവിറ്റീസിൻ്റെ വേഗത കൂടും. സമയവും അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ സമയം ഇഴഞ്ഞും പോകുന്നതായിട്ടും നമ്മൾ ശബ്ദമയമായിട്ടുള്ള വേഗത്തിലോടുന്ന നഗരത്തിലെത്തുമ്പോൾ സമയത്തിൻ്റെയും വേഗത കൂടുന്നു. ഇത്തരം പഠനങ്ങളോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണ് ഫ്ലോ സ്റ്റേറ്റ് എന്നുള്ള ഒരു സങ്കല്പം. ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ, അത് നമുക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ പലപ്പോഴും നമുക്ക് സമയം പോകുന്നത് പോലും, സമയം നിലയ്ക്കുന്നതായിട്ട് പോലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളൊരു കാര്യം 3 മണിക്കൂർ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് 3 മിനിറ്റല്ലേ ആയുള്ളൂ എന്നുള്ള ഒരു അനുഭവം പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത് ഗ്രൂപ്പായിട്ടും ഈ ഗ്രൂപ്പ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയും. സമയത്തിൻ്റെ ഒരു ഫ്ലോ അവിടെ നിലയ്ക്കുന്നതായിട്ട് കാണാം. ഗ്രൂപ്പായിട്ട് ആൾക്കാർ യോജിച്ചുകൊണ്ട് കളിയിൽ ഏർപ്പെടുമ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റുകൾ അനുഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതായിട്ടും സമയത്തിൻ്റെ അനുഭവം സ്ലോ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതേ അനുഭവം തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, വളരെ വർഷങ്ങളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളിലും അത് ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താലും ഗ്രൂപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്താലും കാണാൻ സാധിക്കുന്നത് അവരുടെ സമയത്തിൻ്റെ അനുഭവം കുറയുന്നു എന്നുള്ളതും ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു എന്നുള്ളതുമാണ്. ചെറിയൊരു വ്യതിയാനം, അത് ചിലപ്പോഴും നോട്ടീസബിൾ ആയിരിക്കില്ല, പക്ഷേ നമുക്ക് ചെറിയ ഒരു സ്ലോയിങ് ഡൗൺ ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റി, സ്ലോയിങ് ഡൗൺ ഓഫ് പെർസെപ്ഷൻ ഓഫ് സമയത്തിൻ്റെ അനുഭവം, ഒരു വേഗത കുറയുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഒരുപാട് ക്യൂറേറ്റീവ് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് മെഡിറ്റേഷൻ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള സഹായമുണ്ട് എന്നുള്ളത് പല പഠനങ്ങളിലും വെളിവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് പോകുന്നതും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള പഠനങ്ങളുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു നേച്ചർ സെറ്റിങ്ങിൽ നടക്കാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഉപയോഗപ്രദമായിരിക്കും എന്നാണ് പഠനങ്ങൾ സാധിക്കുന്നത്. 2 മണിക്കൂർ അല്ലെങ്കിൽ എത്ര നമുക്ക് സാധിക്കുന്നുണ്ടോ അത്രയും ഏതെങ്കിലും പാർക്കിലോ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ഇടങ്ങളിലൂടെ ഒരു നഗര അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ, അത് നമ്മൾ സ്ലോ ആയിട്ട് നടന്നാൽ പോലും അത് ആ എക്സസൈസ് മാത്രമല്ല, എക്സസൈസിന് ഉപരിയായിട്ട് നമ്മുടെ മസിൽസിനെയൊക്കെ ചലിപ്പിക്കുന്നു എന്നുള്ളതാണ് എക്സസൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രയോജനം. അതിൽ നിന്ന് അതീതമായിട്ട് ആ ഒരു സെറ്റിങ്ങിൽ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്നു, 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കുന്നു എന്നുള്ളത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിത്തരും. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഒരുപാട് രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്നാണ് പഠനങ്ങൾ കാട്ടിത്തരുന്നത്. ഈ ഒരു കാര്യം ഒരു പുതിയ അറിവല്ല. ഇന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് പല ഒബ്സർവേഷൻസിലും പല എക്സ്പെരിമെൻസിലൂടെയും നമ്മളിത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹങ്ങൾ, മനുഷ്യ സമൂഹങ്ങൾ വളരെ കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കെപ്പോഴും ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ചുകൂടി സമാധാനം അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും പാർക്കുകൾ ആളുകൾക്ക് കുറച്ചൊന്ന് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഇടങ്ങളായിട്ട് പാർക്കുകളെയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജപ്പാൻ പോലുള്ള കൺട്രീസിൽ ഫോറസ്റ്റ് ബാത്തിങ് എന്നുള്ളത്,
എങ്ങനെയാണോ സൺ ബാത്തിങ്, സൂര്യനിൽ കിടന്ന് വെസ്റ്റേണേഴ്സ് ഊർജ്ജം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്നുള്ളതുപോലെ ജപ്പാനിലെ ഒരു പാരമ്പര്യ രീതിയാണ് കാടുകളിലേക്ക് പോയി കാടുകളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളത്. ഭാരതത്തിൽ വന്നാൽ ഭാരതത്തിലും നമുക്കിതൊരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ, നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ പ്രകൃതി വലിയൊരു ഘടകമാണ് എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളിലൂടെയും അറിയാൻ സാധിക്കും. കേരളത്തിലെ കാവുകൾ, അത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല ഭാരതം ഉടനീളം നമ്മൾ പോയി കഴിഞ്ഞാൽ കാവിന് സമാന്തരമായിട്ടുള്ള സമീപനങ്ങൾ, ഉള്ള വിശ്വാസങ്ങൾ പലയിടത്തും നമുക്ക് കാണാം. വളരെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നഗരത്തിൻ്റെ നടുവിൽ ആരും ടച്ച് ചെയ്യാത്ത കാവിൻ്റെ സങ്കല്പം അതാണ്. ഏതൊരു രീതിയിലും നമ്മൾ അതിനെ ടാമ്പർ ചെയ്യാതെ, മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി നടക്കാത്ത ഒരു ഇടമായിട്ട് അതിനെ നിലനിർത്താൻ ശ്രമിക്കുക. അവിടേക്ക് പോവുക, ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും അവിടെ നമ്മൾ ചിലവഴിക്കുക എന്നുള്ളത് കേരളീയമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. ഇന്ന് കാവുകൾ അങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിലും ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ബാലൻസ് ചെയ്യുന്നതിന് വലിയൊരു ഘടകമായിരുന്നു കാവുകൾ. ഈ കാവുകളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് കാവുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ മോഡേൺ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയാണോ പ്രകൃതി നമ്മുടെ സമയത്തിൻ്റെ അനുഭവത്തെ ഒന്ന് മന്ദഗതിയിലാക്കുന്നു, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ ഒന്ന് മന്ദഗതിയിലാക്കുന്നു, അങ്ങനെ നമുക്ക് നല്ലൊരു അനുഭവം തരുന്നു എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ കാലമായിട്ട് സമൂഹങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുതിയ അറിവുകൾ നമ്മൾ പുതിയ നഗരങ്ങളെ വികസിപ്പിക്കുമ്പോൾ ആ നഗരത്തിൽ കോൺക്രീറ്റ് ജംഗിളുകൾ ആയിട്ട് വലിയ പടുകൂറ്റൻ ബിൽഡിങ്സ് മാത്രമല്ല, അവിടെ പ്രകൃതിയും ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത്. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് ഇന്ന് ലോകം മുഴുവനും ഒരു പുതിയ രീതിയിലേക്ക് സ്മാർട്ട് ആയിട്ട് എനർജി കൺസംഷൻ കുറഞ്ഞ ആളുകൾക്ക് കൂടുതൽ ഇടപെടാൻ കഴിയുന്ന സിറ്റീസിനെ നിർമ്മിക്കുക എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അവിടെ പ്രകൃതിയെയും നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു 2 മണിക്കൂറെങ്കിലും ഒരു വ്യക്തിക്ക് പ്രകൃതിയിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സ്മാർട്ട് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു അത്യന്താവശ്യ ഘടകമായിട്ട് മാറേണ്ടിയിരിക്കുന്നു.